നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. മുംബൈ അധോലോകത്തെ വീണ്ടും സജീവമാക്കാനുള്ള ഭീകരരുടെ നീക്കങ്ങൾക്ക് കനത്ത പ്രഹരമേൽപ്പിച്ച് പ്രമുഖ അധോലോക ഭീകരൻ ഹുഫൈസ പിടിയിലായി. മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സേനയും പോലീസിന്റെ പ്രത്യേക വിഭാഗവും സംയുക്തമായി നടത്തിയ അതിരഹസ്യ നീക്കത്തിനൊടുവിലാണ് ഇയാൾ വലയിലായത്. ഹുഫൈസയെ കണ്ടെത്തുന്നതിനായി കഴിഞ്ഞ 3 ദിവസമായി മഹാരാഷ്ട്രയുടെ വിവിധ ഭാഗങ്ങളിൽ സുരക്ഷാ ഏജൻസികൾ വ്യാപകമായ റെയ്ഡുകൾ നടത്തിവരികയായിരുന്നു. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിന്റെ വിശ്വസ്തനായ സയ്യിദ് മുദാസർ ഹുസൈൻ മുന്ന സിംഗഡ എന്ന ഭീകരവാദ മാനേജരുമായി ഹുഫൈസയ്ക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു. സുരക്ഷാ ഏജൻസികൾ നൽകുന്ന വിവരങ്ങൾ പ്രകാരം മുംബൈ അധോലോകത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായി കൈക്കലാക്കാനുള്ള നീക്കത്തിലായിരുന്നു മുന്ന സിംഗഡ. ദാവൂദ് ഇബ്രാഹിം, ഛോട്ടാ ഷക്കീൽ എന്നിവരുടെ പ്രാധാന്യവും സ്വാധീനവും മുംബൈയിൽ ക്രമേണ കുറഞ്ഞു വരികയാണ്. ഈ സാഹചര്യം മുതലെടുത്ത് ഡി കമ്പനിയെ വീണ്ടും ശക്തമാക്കാൻ ഭീകരവാദികളുടെ സഹായത്തോടെ മുന്ന വലിയ പദ്ധതികൾ ആസൂത്രണം ചെയ്തിരുന്നു. ഈ തന്ത്രപരമായ നീക്കങ്ങൾക്കിടയിലാണ് മുന്നയുടെ പ്രധാന കണ്ണിയായ ഹുഫൈസ ഇപ്പോൾ പിടിയിലായത്. ഇതിലൂടെ വലിയൊരു ഭീകരാക്രമണ പദ്ധതിയാണ് സുരക്ഷാ സേന തകർത്തത്. പിന്നാലെ ഗുജറാത്ത് പോലീസിന്റെ സൈബർ സെന്റർ ഓഫ് എക്സലൻസും CID ക്രൈം ടീമുകളും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിൽ ഏകദേശം 226 കോടി രൂപയുടെ ഒരു അന്താരാഷ്ട്ര ക്രിപ്റ്റോ കറൻസി ഭീകര ഫണ്ടിംഗ് ശൃംഖല കണ്ടെത്തി. സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ മാത്രമല്ല, മയക്കുമരുന്ന് കടത്ത്, മനുഷ്യക്കടത്ത്, സ്വർണ്ണക്കള്ളക്കടത്ത്, ഇന്ത്യയെ ബാധിക്കുന്ന നെറ്റ്വർക്കുകൾ ഉൾപ്പെടെയുള്ള ആഗോള ഭീകര ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട ധനസഹായ പ്രവർത്തനങ്ങൾ എന്നിവയുമായും ഈ സംഘം ബന്ധപ്പെട്ടിരുന്നുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. സൈബർ സെന്റർ ഓഫ് എക്സലൻസിന്റെ സാങ്കേതിക സംഘം ഡാർക്ക് വെബിനെ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ഇവരുടെ രഹസ്യ പ്രവർത്തനം കണ്ടെത്തിയത്. ബ്ലാക്ക് ചെയിൻ വിശകലനത്തിനിടെ ഡാർക്ക് വെബ് പ്രവർത്തിക്കുന്ന ഒരു പ്രധാന നിയമവിരുദ്ധ മയക്കുമരുന്ന് വിപണന ഏജൻസിയെ കണ്ടെത്തിയിരുന്നു. നേരിട്ട് ഡിജിറ്റൽ ഫണ്ടുകൾ സ്വീകരിക്കുന്ന ഒരു ഇന്ത്യൻ IP വിലാസവും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി. ഇടപാടുകളും ക്രിപ്റ്റോ ലിങ്കുകളും കണ്ടെത്തിയ ശേഷം അന്വേഷകർ അഹമ്മദാബാദിലെ ഡാനിലിംഡ പ്രദേശത്തെത്തി. സംശയാസ്പദമായ ക്രിപ്റ്റോ വാലറ്റ് അഹമ്മദാബാദ് നിവാസിയായ മൊഹസിൻ സാദിഖ് മുലാനിയുടേതാണെന്നും കണ്ടെത്തി. അദ്ദേഹത്തിന്റെ ഡിജിറ്റൽ പ്രവർത്തനങ്ങളും ഓൺലൈൻ ഇടപാട് ചരിത്രവും കൂടുതൽ പരിശോധിച്ചപ്പോൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന 9 ലിങ്ക്ഡ് വാലറ്റുകൾ കൂടെ കണ്ടെത്തി. ഗുജറാത്ത് DGP ഡോക്ടർ K ലക്ഷ്മി നാരായണ റാവു, DIG ബിപിൻ അഹിർ എന്നിവരുടെ മേൽനോട്ടത്തിലാണ് ഈ ഓപ്പറേഷൻ നടന്നത്. സൈബർ സെന്റർ SP ഡോക്ടർ രാജ്ദീപ് സിംഗ് ഝാല എന്നിവരുടെ നേതൃത്വത്തിൽ ഗുജറാത്ത് പോലീസ് 10 ഫീൽഡ് ടീമുകളും 3 സാങ്കേതിക ഇന്റലിജൻസ് യൂണിറ്റുകളും രൂപീകരിച്ചു. ഇതിൽ ഉൾപ്പെട്ടവരെ അറസ്റ്റ് ചെയ്യുന്നതിനായി സൈബർ സെന്റർ SP ഡോക്ടർ രാജ്ദീപ് സിംഗ് ഝാലയും ഓഫീസർമാരായ സഞ്ജയ് കേശ്വാല, വിവേക് ഭേദ എന്നിവരും പങ്കെടുത്തു. ക്രിപ്റ്റോ വാലറ്റുകളും ഗാസ ആസ്ഥാനമായുള്ള തീവ്രവാദ ഗ്രൂപ്പായ ഹമാസും തമ്മിലുള്ള ബന്ധമാണ് അന്വേഷണത്തിനിടെ ഉണ്ടായ ഏറ്റവും വലിയ കണ്ടെത്തലുകളിലൊന്ന്. പിടിച്ചെടുത്ത ക്രിപ്റ്റോ അക്കൗണ്ടുകൾ ഹമാസുമായും അൽ ഖാഹിറ എന്നറിയപ്പെടുന്ന ഒരു സംഘടനയുമായും ബന്ധപ്പെട്ട സാമ്പത്തിക ചാനലുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും പോലീസ് പറഞ്ഞു. സ്കാനറുകളിലെ ചില ക്രിപ്റ്റോ അക്കൗണ്ടുകൾ 2025 കോടതി ഉത്തരവുകൾ വഴി ഇസ്രായേൽ കരിമ്പട്ടികയിൽ പെടുത്തിയിട്ടുണ്ടെന്നും അന്വേഷകർ കണ്ടെത്തി. ആ അക്കൗണ്ടുകൾ തുർക്കി വഴി ഹമാസിലേക്ക് ഫണ്ട് അയച്ചതായും സംശയിക്കുന്നു. നിരോധിത അക്കൗണ്ടുകളിൽ നിന്നുള്ള പണം പ്രധാന പ്രതിയായ മുഹമ്മദ് സുബൈർ പപ്പാട്ടിയുമായി ബന്ധപ്പെട്ട വാലറ്റുകളിൽ എത്തുന്നുണ്ടെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. ഇയാൾ നിലവിൽ ദുബായിൽ താമസിക്കുന്നുണ്ടെന്നും കരുതപ്പെടുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർ പണത്തിന്റെ പാത പിന്തുടർന്നപ്പോൾ ആഗോളതലത്തിൽ കരിമ്പട്ടികയിൽപ്പെടുത്തിയ 3 നെറ്റ്വർക്കുകളുമായി സുബൈറിന്റെ വാലറ്റുകളുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ ഉണ്ടെന്നും കണ്ടെത്തി. ഇതിൽ യമനിലെ ഹൂത്തി തീവ്രവാദികൾ, അൻസാർ അല്ലാ, ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്, ഖുദ്സ് ഫോഴ്സ്, IRGC-QF, നിരോധിത റഷ്യൻ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചായ ഗാരൻസ് എന്നിവ ഉൾപ്പെടുന്നു. സുബൈർ ഈ ഫണ്ടുകൾ ഇന്ത്യയിലേക്ക് മാറ്റുകയും ഇടപാടുകൾ നിരവധി വാലറ്റുകളിൽ നിർത്തിവെക്കുകയും പിന്നീട് പ്രാദേശിക ഹവാല ചാനലുകൾ വഴി പണമാക്കി മാറ്റുകയും ചെയ്തതായി പോലീസ് പറഞ്ഞു. മോണോറോയുടെയും മറഞ്ഞിരിക്കുന്ന ക്രിപ്റ്റോ ഇടപാടുകളുടെയും ഉപയോഗം സാധാരണ ക്രിപ്റ്റോ കറൻസികൾ ഉപയോഗിക്കുന്ന സിൻഡിക്കേറ്റ് ഒഴിവാക്കുകയും പകരം ഇടപാട് വിശദാംശങ്ങൾ മറയ്ക്കുന്നതിന് പേരുകേട്ട സ്വകാര്യത കേന്ദ്രീകരിച്ചുള്ള ക്രിപ്റ്റോ കറൻസിയായ മോണോറോയെ വളരെയധികം ആശ്രയിക്കുകയും ചെയ്തുവെന്നും അന്വേഷകർ പറഞ്ഞു. കൈമാറ്റങ്ങൾ പലപ്പോഴും ട്രാക്ക് ചെയ്യാൻ കഴിയുന്ന പല സാധാരണ ക്രിപ്റ്റോ കറൻസികളിൽ നിന്നും വ്യത്യസ്തമായി അയക്കുന്നവർ, സ്വീകരിക്കുന്നവർ, ഇടപാട് തുകകൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മോണോറോ മറയ്ക്കുന്നു. ഓപ്പറേഷനിൽ പോലീസ് 2 പ്രത്യേക മോണോറോ സ്വകാര്യത വാലറ്റുകൾ പിടിച്ചെടുത്തു.
193 കോടി രൂപയിലധികം മൂല്യമുള്ള സംശയാസ്പദമായ ഇടപാടുകൾ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയതായി റിപ്പോർട്ടുണ്ട്. ഇത് ദുരുപയോഗം ചെയ്തിരിക്കാമെന്ന് അന്വേഷകർ വിശ്വസിക്കുന്നു. ഈ പണത്തിന്റെ പാത ട്രാക്ക് ചെയ്യുന്നതിന് കൂടുതൽ ബുദ്ധിമുട്ടാക്കി. നെറ്റ്വർക്ക് വളരെ കാലം മറഞ്ഞിരിക്കാൻ സഹായിച്ചതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. മൊത്തം 226 കോടി വിറ്റുവരവിന്റെ ഏകദേശം 30-40% മയക്കുമരുന്ന് വ്യാപാരം, കള്ളക്കടത്ത് പ്രവർത്തനങ്ങൾ, ഭീകരവാദ ധനസഹായം എന്നിവയുമായി ബന്ധപ്പെട്ട ഡേർട്ടി ക്രിപ്റ്റോ പണത്തിൽ നിന്നുമാണെന്ന് മുതിർന്ന സൈബർ ഉദ്യോഗസ്ഥരും വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.